മാങ്കൂട്ടം വിഷയം ആരൊക്കെയോ ചേർന്ന് ആളിക്കത്തിച്ച് ഇപ്പോൾ കെട്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ തള്ളിപ്പറഞ്ഞവരടക്കം ഇപ്പോൾ മാങ്കൂട്ടത്തിന് സപ്പോർട്ടുമായി വരുമ്പോൾ പാലക്കാട്ടെ MLA രാജി ആവശ്യപ്പെട്ട് കയ്യും കാലിട്ട് അടിച്ചവരുടെ ഒന്നും ശബ്ദം ഇപ്പോൾ കേൾക്കാനേ ഇല്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ വലിയ പുകിലുകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തത്. അവിടെ നിന്ന നിൽപ്പിലാണ് നടി റിനിയുടെ വെളിപ്പെടുത്തൽ, ഗർഭചിത്രം നടത്തൽ, യുവതിയെ പ്രേരിപ്പിക്കുന്നു, മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദരേഖ തുടങ്ങി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനും ബാലാവകാശ കമ്മീഷൻ ലഭിച്ച പരാതികളൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് രാഹുലിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ക്രൈംബ്രാഞ്ച് തീരുമാനമടക്കം വന്നത്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസങ്ങളായിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ലാതെ ക്രൈംബ്രാഞ്ച് വട്ടം കറങ്ങുകയാണ്. ഓടിച്ചിട്ട് പിടിച്ച് അകത്താക്കാമെന്ന് കരുതിയവരുടെയൊക്കെ താളം തെറ്റുന്ന അവസ്ഥയാണ് ഇതോടെ കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുവതി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കാനാവാതെ കുഴഞ്ഞു പോവുകയാണ് ക്രൈംബ്രാഞ്ച്. ഇരകളായ യുവതികളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മൂന്നാം കക്ഷികളായ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ മാത്രമാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ആകെ സാധിച്ചിട്ടുള്ളത്. നടി റിനിയുടെ വെളിപ്പെടുത്തൽ, ഗർഭചിത്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദരേഖ തുടങ്ങിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനും ബാലാവകാശ കമ്മീഷൻ ലഭിച്ച പരാതികളൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് രാഹുലിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് പെട്ടെന്നും ധൃതിക്കുമായിരുന്നു തീരുമാനമെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസങ്ങളായിട്ടും അന്വേഷണത്തിൽ കാര്യമായിട്ടൊന്നും നടന്നിട്ടേയില്ല. ഇരയാക്കപ്പെട്ട യുവതികളുടെ മൊഴിയെടുത്ത് കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിട്ടത്. എന്നാൽ മൊഴി നൽകാൻ യുവതികൾ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം. കേസുമായി മുന്നോട്ടു പോകാനുള്ള താല്പര്യക്കുറവും അടുത്ത ബന്ധമുള്ളവരോട് യുവതികൾ പങ്കുവച്ചതായിട്ടും ഇതേ വിവരമുണ്ട്. മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച റിനിക്കും അവന്തികയ്ക്കും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരികയാണ് ക്രൈംബ്രാഞ്ചിന്. ആരോപണത്തിന് പിന്നാലെ രാഹുലിനെ ആദ്യം തള്ളിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇരയാക്കപ്പെട്ടവരാരും രംഗത്ത് വരാത്തതാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ചില മാധ്യമങ്ങൾ മാത്രം മാങ്കൂട്ടത്തിന് ഊരാക്കുടുക്ക്, കുരുക്ക് മുറുകി വരുന്നു, ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരിൽ വെച്ച്, അവിടെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നൊക്കെ തുടങ്ങി വലിയ പരമ്പര വാർത്തകൾ തന്നെ അഴിച്ചുവിട്ട് കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്, നേതാക്കൾക്കിടയിൽ മാങ്കൂട്ടം വിഷയം അഭിപ്രായ ഭിന്നത തുടങ്ങിയ കഥകൾ അച്ചുനിരത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അവസാനം ഉള്ളിയുടെ തൊലി പൊളിച്ച പോലെ ഒന്നുമില്ലാതാവുകയും ചെയ്യുകയാണ് ഇവർക്ക്. ഒടുക്കം ഉള്ളി പൊളിക്കുമ്പോൾ കരയുന്നത് പോലെ കരയുകയും ചെയ്യേണ്ടി വരും.